ഇത് ഓടക്കൂടലാണ്. ഭൂതത്തെ മോനെ അങ്ങനെ കാണിക്കണ്ട, ഒന്ന് അടച്ചു പിടി. ഒരാഴ്ച മുമ്പ് ഒരു പയ്യനെടുത്ത് മുട്ട കൊടുത്ത് നിർത്തിയത്, കാറ്റത്ത് തുണി ഇളകുന്ന കണ്ടപ്പോ ആ പയ്യൻ മുട്ടയും കൊണ്ട് ഒട്ട കൊടുത്തു. ഇയാളെ നിപ്പ് ശരിയില്ലെങ്കിൽ അതാണ് പേടി. കാണരുത് മോനെ, അങ്ങനെ ഞാൻ കാണിച്ചത്. കംപ്ലൈന്റ് വരാതെ നിങ്ങൾ നോക്കണതാണ്. ഇങ്ങനെ ഈ പണ്ടാറം വലുതല്ലേ, എനിക്കിത് ഒതുക്കട്ടെ. ഞാൻ പിള്ളേരടുത്താണ്. അതിൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, എനിക്ക് സ്ത്രീധനമായി കിട്ടിയത്. സാർ ഉള്ളിൽ കൈയെടുത്തു ഒന്നുമില്ലല്ലോ മോനെ, പാമ്പൊന്നും ഞാനിട്ട് തരില്ല, പേടിക്കണ്ട. എനിക്ക് മകടി കൂട്ടാൻ 2 കൈ വേണം, അതാ മോനെ ഞാൻ വിളിച്ചത് കേട്ടോ. ഇപ്പൊ കാണില്ല. ഞാൻ മകടി കൂതുമ്പോ ഈ കോഴിമുട്ട ഒന്ന് പ്ലേറ്റിൽ ഒന്ന് എടുത്തു വെക്കണം. ഓക്കെ, മോനിങ്ങനെ പിടി. എന്നെ നോക്കരുത്, ഇവിടെ നോക്കണം. കാണിക്കുന്നത് സ്ട്രീറ്റ് മാജിക്. പിന്നെ കാര്യം വേറെ, തമാശ വേറെ. മുട്ടയും സഞ്ചിയും സൂക്ഷിക്കണം. നേരത്തെ ഒരു ബാച്ച് മുട്ട മേടിച്ച് അവസാനം പറഞ്ഞു അധികം മുട്ടയില്ല, അന്ന് പറയരുത്. കോഴിമുട്ട പോയാ മോനെ ഞാൻ വിടില്ല. എവിടെയാണെങ്കിലും ഉണ്ട്. ഈ മോനിക്ക് പേടിയുണ്ടെങ്കിൽ മോൻ ഇങ്ങനെ പിടിച്ചോ. നമ്മള് മാജിക് കാണാനല്ലേ, ഞങ്ങൾ മാജിക് കാണിക്കുന്നത്. ഒന്ന് തപ്പി നോക്കൂ ചേച്ചി, ഉണ്ടോ? പൊട്ടിക്കരുത്. ഉണ്ടോ? ഒരാള് സാക്ഷിയാണ്. മോൻ ഇങ്ങനെ പിടി, നീട്ടിപ്പിടി. മന്ത്രം അറിയോ? വിടരുത് കേട്ടോ. കാത്രി രാത്രി മൂത്രി അവിടെ നിൽക്കണം. ഇളവരുത്. ഇയാളെന്താ നോക്കി നിൽക്കുന്നത്? മകടി എഴുതുമ്പോ മുട്ട വെക്കാൻ പറഞ്ഞില്ലേ? നമ്മൾ എവിടെന്നാ വരുന്ന സ്ഥലം? കോഴിമുട്ട. തമാശ പ്ലേറ്റിൽ പോയി. ഇയാളെ മുട്ട എനിക്ക് വേണ്ട. മക്കളെ ഞാൻ കൊടുത്തില്ലേ? മോന്റെ റൂമ്പ് സാക്ഷി. മോനെടുത്തില്ലല്ലോ. നമ്മളെ ഇതിന്റെ ഉള്ളിലല്ലേ നമ്മൾ ഇട്ടത് അല്ലേ? മോൻ ഉള്ളിൽ കൈയ്യട്. തപ്പി നോക്കുന്നുണ്ടോ? ആരെ തപ്പി നോക്കിയാണ്? മേഡം തപ്പുമ്പോ മുട്ട ഉണ്ടായിരുന്നോ? മര്യാദക്ക് 2 മുട്ട നിങ്ങളെടുത്തില്ലല്ലോ. തമാശ ചോദിക്കുമ്പോൾ എന്നോട് അധികാക്ക കോഴിമുട്ട ഇവിടെ. ഞാൻ അതാ പറഞ്ഞത്, ഒച്ച എടുക്കാതെ ശ്രദ്ധിച്ചു നോക്കും. കോഴിമുട്ട എവിടെയും പോയില്ല. നിങ്ങളിൽ ഒരാൾ